ഇപ്പൊ ഈ അടിച്ചാൽ തിരിച്ചടിക്കുന്നു എന്ന രീതിയിലത്തേക്ക് ഒരേ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരാൾ കേസ് കൊടുക്കുകയും മറ്റൊരാൾ കൗണ്ടർ കേസ് കൊടുക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു സാഹചര്യമല്ല ഈ വിഷയത്തിലുള്ളത്. കാരണം ഈ വിഷയത്തിൽ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി എന്ന രീതിയിലുള്ള ഡ്രൈവറുടെ ഭാഗത്തു നിന്നുള്ള ഒരു ആരോപണം എന്ന് പറയുന്നത് അങ്ങേയറ്റം ഗുരുതരമാണ്. അവിടെ അദ്ദേഹത്തിന് ഉത്തരവാദിത്വമുണ്ട്. അവിടെ ടിക്കറ്റ് എടുത്തിരിക്കുന്ന ആൾക്കാരെ ആ ബസിന്റെ അവസാന സ്റ്റോപ്പ് വരെ എത്തിക്കുക എന്നുള്ളത്. അത് എത്തിക്കാനായിട്ട് അവിടെ സാധിച്ചില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയിൽ നിന്ന് തടസ്സപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് പോലീസിന് ഇൻഡിപെൻഡന്റ് ആയിട്ട് വെരിഫൈ ചെയ്തതിനു ശേഷം ആ ഒരു കുറ്റകൃത്യം അവിടെ ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കാവുന്നതാണ്. അതേപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പിന് വളരെ കൃത്യമായിട്ട് പരിശോധിക്കാവുന്ന കാര്യമാണ് ഇടതുവശത്തുകൂടി വാഹനം ഓവർടേക്ക് ചെയ്തിട്ടുണ്ടോ. പോലീസിന് തന്നെ കൃത്യമായിട്ട് പരിശോധിക്കാവുന്ന കാര്യമാണ് വാഹനം അവിടെ ഒരു തിരക്കിട്ട ഒരു സ്ഥലത്ത് കുറുകെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ. അപ്പൊ നമ്മുടെ നാട്ടിൽ മേയർക്കോ മറ്റുള്ള ആൾക്കാർക്കോ സാധാരണക്കാരായിട്ടുള്ള ഒരാളിനോ വെവ്വേറെ നിയമങ്ങളില്ല. അപ്പൊ ഇതിൽ കേസെടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ ആര്യ രാജേന്ദ്രൻ ചെയ്തിരിക്കുന്നത് ശരിയാണ് എന്നാണ് പോലീസിന്റെ അഭിപ്രായമെങ്കിൽ നാളെ മറ്റേതൊരാളിനും ഇത് ചെയ്യാൻ കഴിയും. ഇപ്പൊ എനിക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ എന്റെ കുടുംബത്തിലുള്ള ഒരു സ്ത്രീക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് KSRTC ബസ്സിലെ ഡ്രൈവർ അശ്ലീല ചേഷ്ട കാണിച്ചു എന്ന രീതിയിലത്തേക്കുള്ള ഒരു തോന്നൽ ഉണ്ടായി കഴിഞ്ഞാൽ അത് നമ്മളോട് ഈ സിസ്റ്റം പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് വേണമെങ്കിൽ വാഹനം അവിടെ കൊണ്ടുവന്ന് കുറുകെ ഇടാം, എന്നിട്ട് ആളിനോട് സംസാരിക്കാം, നിങ്ങൾക്ക് ഗതാഗത വകുപ്പിനെയും പോലീസിനെയും ഒക്കെ തന്നെ കോൺടാക്ട് ചെയ്യാം, എന്നിട്ട് ആ വണ്ടിയുടെ ട്രിപ്പ് അവിടെ അവസാനിപ്പിക്കാമെന്നാണ്. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെയാണോ ഈ നാട്ടിലെ നിയമ സംവിധാനം പ്രവർത്തിക്കുന്നത്? ഈ രീതിയിലുള്ള ഒരു ഫ്രീ ഹാൻഡ് ഇവിടെയുള്ള ഒരു പൗരന് നമുക്ക് അത് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഇത് കടന്നു കളയുന്ന ഒരാളാണ് എങ്കിൽ നമ്മൾ എന്തെങ്കിലും രീതിയിലുള്ള കസർത്ത് കാണിച്ചിട്ട് ആളിനെ പിടികൂടുക എന്നൊക്കെ പറയുന്നത് മനസ്സിലാക്കാം. നേരെ മറിച്ച് ഇത് ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നയാളാണ്. ആ ആളിനെതിരെ എന്തെങ്കിലും ഒരു ആരോപണം ഉണ്ട് എങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? അതിന് പരാതി കൊടുക്കുക. രേഖാമൂലമുള്ള പരാതി കൊടുക്കുന്നതിന് പകരം ഈ ഷോ അവിടെ ചെയ്തുകൊണ്ട് മതിയായോ? ഇപ്പൊ ഈ ഷോ കഴിഞ്ഞതിന് ശേഷം ആര്യ രാജേന്ദ്രൻ പരാതി ഔദ്യോഗികമായിട്ട് കൊടുക്കേണ്ടി വന്നില്ലേ? ആ പരാതി മാത്രമായിട്ടായിരുന്നുവെങ്കിലും, നമ്മൾ ഈ പറയുന്ന ഷോ പാർട്ട് അവിടെ ഇല്ലായിരുന്നുവെങ്കിലും, അവർ പറയുന്ന ആരോപണത്തിന് എന്തൊക്കെ മെറിറ്റ് ഉണ്ടോ, എന്തൊക്കെ അന്വേഷണമാണോ അത് അർഹിക്കുന്നത്, അതവിടെ നടക്കുമായിരുന്നല്ലോ. അപ്പൊ എന്തിനാണ് പൊതുജീവിതം ദുസ്സഹമാക്കിക്കൊണ്ട് ആ ബസ്സിലുണ്ടായിരുന്ന ആൾക്കാരെ അവിടെ നിരത്തിൽ രാത്രി 10-10:15 ഇറക്കി വിടുന്ന രീതിയിലത്തേക്കുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചത്? ഇങ്ങനെയാണോ ഇതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത്? അപ്പൊ തീരെ പക്വതയില്ലാത്ത പെരുമാറ്റം. അത് മേയറുടെ ഭാഗത്തല്ല, ഭരിക്കുന്ന പാർട്ടിയുടെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധി, ഒരു നിയമസഭാ സാമാജികൻ, അദ്ദേഹവും കൂടി അവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പോലും ഈ വിഷയത്തിൽ കൃത്യമായ രീതിയിലുള്ള ഒരു നിലപാടെടുക്കാൻ കഴിയുന്നില്ല. പിന്നെ അവിടെ ഉണ്ടായിരിക്കുന്ന എക്സ്ചേഞ്ച് ഓഫ് വേർഡ്സ്, അതൊക്കെ നമുക്കറിയാം. ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് മോശമായിട്ടുള്ള പല പദാവലികളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആൾക്കാർ ഉപയോഗിക്കും. നിന്റെ തന്തയുടെ റോഡാണോ, നിന്റെ തന്തയുടെ വകയാണോ ഈ റോഡ് എന്ന രീതിയിലത്തേക്കുള്ള ചോദ്യമൊക്കെ ഇത്തരം തർക്കത്തിൽ സ്വാഭാവികമാണ്. അപ്പൊ ആ സമയത്ത് തിരിച്ചതല്ല, നിന്റെ തന്തയുടേതാണോ എന്നുള്ള ചോദ്യവും സ്വാഭാവികമാണ്. അപ്പൊ ഇതൊക്കെ തന്നെ ഒഴിവാക്കേണ്ടതാണ്. അപ്പൊ അതിലൊന്നും തന്നെ ഒരു കേസിനെ കൗണ്ടർ കേസ് കൊണ്ട് അല്ലെങ്കിൽ കൗണ്ടർ കേസിനെ കേസ് കൊണ്ട് ഒന്നും തന്നെ പ്രതിരോധിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. ഇവിടെ ഉണ്ടായിരിക്കുന്ന ആരോപണം എന്താണ്? ആ ആരോപണത്തിന്റെ നിജസ്ഥിതി എന്താണ്? തീർച്ചയായിട്ടും ആര്യ രാജേന്ദ്രന്റെ പരാതിയിൽ അന്വേഷണം നടക്കണം. തെളിവുണ്ട് എങ്കിൽ ആ തെളിവിന്റെ അടിസ്ഥാനത്തിൽ അത് പരിശോധിച്ചതിന് ശേഷം ഡ്രൈവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഉചിതമായിട്ടുള്ള ശിക്ഷ എന്താണോ, മാതൃകാപരമായിട്ടുള്ള ശിക്ഷ എന്താണോ അത് വാങ്ങി നൽകണം. അക്കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ അതിനു വേണ്ടിയിട്ട് അവർ പറയുന്ന മറ്റുള്ള പല കാര്യങ്ങൾ തെറ്റായിട്ടുള്ള, അതായത് കള്ളം തന്നെ ആൾക്കാരോട് വന്ന് പറയുക, ഒരാൾ ഇവിടെ ലഹരി ഉപയോഗിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ അപകീർത്തിപ്പെടുത്തുക എന്ന രീതിയിലുള്ള നടപടിയൊന്നും തന്നെ ആശാസ്യമല്ല. അതിനെയൊക്കെ രാഷ്ട്രീയവൽക്കരിച്ചാലും ഇല്ലെങ്കിലും ഒരാളിനും ന്യായീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എന്റെ പോയിന്റ്.